ഹായ് ഓൾ, ഇത് വളരെ സിമ്പിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു ഓണം ഹാമ്പറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഈ ഹാമ്പറിനെ കുറിച്ചല്ല മെയിനായിട്ട് പറയാനുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ളത് ഞാൻ ഉപയോഗിച്ചൊരു കൊറിയർ സർവീസിൻ്റെ എക്സ്പീരിയൻസ് ആണ്. തമ്പനയിൽ കണ്ട പോലെ തന്നെ ഡെലിവറി എന്ന് പറഞ്ഞിട്ടൊരു കൊറിയർ സർവീസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ 1-2 തവണയായിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് ആക്ച്വലി വളരെ അടുത്തുനിന്ന്, അതായത് എനിക്ക് എടപ്പള്ളിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കിട്ടിയ ഒരു ഓർഡറായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഹോം ഡെലിവറി ആൻഡ് പിക്കപ്പ് ഉണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഡയറക്റ്റ് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ ഇന്ന് ബുക്ക് ചെയ്തത്. കൊറിയർ പിക്കപ്പ് ബുക്ക് ചെയ്തത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒരു കൊറിയറും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആലപ്പുഴയ്ക്കും ഇത് എടപ്പള്ളിക്കുമായിരുന്നു എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ആലപ്പുഴയ്ക്കുള്ള 3 ബോക്സും എടപ്പള്ളിയിലേക്കുള്ള ഈ ഒരു ബോക്സ് ഞാൻ ഒരുമിച്ചാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇത് 3-ാം തീയതി വന്ന് കളക്ട് ചെയ്തു. അതുപോലെ അത് 7-ാം തീയതിയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആലപ്പുഴയ്ക്കുള്ള 3 ബോക്സിൽ 2 ബോക്സ് ഓൺ ടൈം ഡെലിവറി ആയി. അതിലൊരു വലിയ പാക്കേജ് ഉണ്ടായിരുന്നത് അവർ ഡെലിവറി ചെയ്തില്ല. പിന്നെ അന്വേഷിച്ച് പറഞ്ഞത് 10th ഡെലിവറി ആവും എന്ന് അപ്ഡേറ്റ് കാണിച്ചു. 10th പിന്നെ 12th ആയി. അങ്ങനെ ഡേറ്റ് ഓരോ ദിവസം തോറും മാറുന്നതല്ലാതെ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഇന്ന് തന്നെ സാധനം കിട്ടണം, എന്ത് ചെയ്തിട്ടായാലും എനിക്ക് ഇന്ന് തന്നെ സാധനം കിട്ടണം, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെന്ന് അന്വേഷിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലേറ്റ് ആവുമെന്ന് എന്തായാലും അറിയാമല്ലോ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കോളൊന്നും ഞങ്ങൾ എടുക്കാറില്ല, എടുത്തു കഴിഞ്ഞാൽ അവരുടെ കഥ മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും, അപ്പോൾ അതുകൊണ്ട് കോളൊന്നും എടുക്കാറില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് കൊറിയറുകളൊന്നും ഡയറക്റ്റ് അയക്കാറില്ല. ഇതുപോലെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നമുക്ക് പോയി കളക്ട് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ കളക്ട് ചെയ്യാൻ വരുന്നത്. അല്ലാതെ ഇവിടുന്ന് കൊറിയറുകളൊന്നും അയക്കാറില്ല. ഇവിടെ വരുന്നത് കൊടുക്കൽ മാത്രമേ നമുക്ക് ഇപ്പം ചെയ്യലുള്ളൂ. അതിലൊരു കസ്റ്റമറുടെയും കോൾ ഞാൻ അവിടെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. എല്ലാവരും കട്ട് ചെയ്ത് വിടുക, വേറെ കോളിലാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വിടുമായിരുന്നു. അങ്ങനെ ഞാൻ ട്രാക്ക് ചെയ്ത് അവരെ കൊണ്ട് നോക്കിച്ചപ്പോൾ പറഞ്ഞത് ഇത് 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവും, മഴയായതുകൊണ്ട് തന്നെയാണെന്നാണ് അവരും അവിടെ നിന്ന് പറഞ്ഞ്. അങ്ങനെ അത് കേട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ അത് വീണ്ടും കിട്ടാതെ ആയ സമയത്ത് സാറ്റർഡേ കസ്റ്റമറിനെ വിളിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു അവർ ഡയറക്റ്റ് ചെന്ന് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ വഴക്കൊക്കെ കിട്ടിയിട്ടോ. അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇത് 7th ഇത് ഡിസ്പാച്ച് ആയത്. ഈ ഓണം ഹാമ്പർ ഡിസ്പാച്ച് ആയത് 7th ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് കൊടുത്തത് കൊണ്ട് എനിക്കത് ഇത് 10th ഡെലിവറി ആവുമെന്നാണ് ആദ്യം അപ്ഡേറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പിറ്റേ ദിവസം അത് ഡേറ്റ് മാറി 11th ഡെലിവറി ആവുമെന്നായി. അങ്ങനെ ഓരോ ദിവസം ഡേറ്റ് മാറി കാണിച്ച് 15th സാറ്റർഡേ വരെ ഞാൻ വെയിറ്റ് ചെയ്തു. 15th സാറ്റർഡേ കഴിഞ്ഞിട്ട് 16th സൺഡേ അവിടെ ഞാൻ നേരിട്ട് ചെന്നിട്ട് ഒരു 12-12:30 ചെന്നിട്ടൊരു 4 മണി വരെ വെയിറ്റ് ചെയ്തു. അവരോട് കാര്യം പറഞ്ഞു, ട്രാക്കിംഗ് നമ്പർ കാണിച്ചു കൊടുത്തു. അവർ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞൊരു 4 മണി വരെ ചെന്നിരുന്ന് ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 4-4:30 ആയപ്പോഴത്തേനും ഞാൻ പോന്നു. എടുത്ത് വെച്ചാൽ മതി, രാവിലെ വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ പോന്നു. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ ഇതിൽ ഞാൻ നമ്പർ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കലൂർ എത്തിയപ്പോഴത്തേനുമാണ് എനിക്ക് കോൾ വന്നത്, സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാനത് പിന്നെ യൂബർ വഴി കസ്റ്റമർക്ക് അന്ന് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് തന്നെ അത് എത്തിച്ചു കൊടുത്തു. പിന്നെയും ലേറ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അന്ന് തന്നെ എത്തിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം ഉള്ള കൊറിയറുകൾ അയക്കുന്നവരാരും, അത്യാവശ്യമൊന്നുമല്ല, ആവശ്യമുള്ള ഒരു സാധനവും ഡെലിവറി കൊറിയർ യൂസ് ചെയ്തിട്ട് അയക്കാൻ നിൽക്കരുത്. കിട്ടാൻ പോകുന്നില്ല. ഞാൻ അവരോട് റീസൺ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തെന്നാൽ അവരുടെ ഗോഡൗണിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് എടപ്പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാത്തത്. എടപ്പള്ളി ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല കേട്ടോ, അവിടെ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അങ്ങനെ ചെന്നിരുന്ന് കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയത്. അല്ലാതെ അവരായിട്ട് ഒരു സാധനം കൊണ്ടുവന്ന് തരാൻ ട്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ കസ്റ്റമറുടെ കോൾ എടുത്തിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല.
ഞാൻ ഈ കൊറിയറുകൾ അയക്കാൻ തുടങ്ങിയിട്ട് മെയിൻസിൽസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 ഇയേഴ്സ് ആവുന്നു. 3 ഇയേഴ്സിൽ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇങ്ങനൊരു കൊറിയർ സർവീസ്. ഞാൻ DTDC പോസ്റ്റ് പോലെയുള്ള കൊറിയർ സർവീസുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടായിരുന്നു. ഒരു കോണ്ടാക്ട് നമ്പറോ കോണ്ടാക്ട് ഡീറ്റെയിൽസോ ഒന്നുമില്ലാതെ അഥവാ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒപ്പിച്ചൊന്ന് വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ചാലും ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യാത്ത കുറേ സ്റ്റാഫും ഒരു വൃത്തികെട്ട സ്ഥാപനം അങ്ങനെ തന്നെ പറയണം. അതുകൊണ്ട് ശത്രുക്കൾക്ക് പോലും ആരും ഡെലിവറി കൊറിയർ യൂസ് ചെയ്തിട്ടൊരു കൊറിയറോ പാഴ്സലോ ഒന്നും അയക്കാൻ നിൽക്കരുത്, കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക്